ഇനി അല്പനിമിഷങ്ങൾക്കകം വിദേശ വാർത്തകളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരും. റഷ്യൻ ഭരണകൂടത്തിൻ്റെ വിലക്കിനെ അവഗണിച്ച് അലക്സി നവൽനിയുടെ സംസ്കാരത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു എന്ന വാർത്ത വരുന്നു. പുടിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യവും അവർ വിളിച്ചു. പക്ഷേ ഭാര്യ യൂലിയയും മക്കളും അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നും വിദേശ മാധ്യമങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ് പി ജെയിംസിന് സുഖമാണല്ലോ? ഓക്കെ. അപ്പോൾ ജെയിംസ്, മറ്റേ ഈ കാര്യങ്ങൾ, ഈ സംസ്കാര ചടങ്ങിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. പുടിൻ്റെ വിലക്കൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല എന്ന് പറയുന്നു. റഷ്യയിൽ ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ വലിയ സൂചനയാണ്. കാരണം റഷ്യയുടെ ഭരണകൂടം എല്ലാത്തരം ഭീഷണികളും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പങ്കെടുത്താൽ അറസ്റ്റിലാവും, മുദ്രാവാക്യം വിളിച്ചാൽ, പ്രതിഷേധം പ്രകടിപ്പിച്ചാൽ ഒക്കെ നിങ്ങൾ തുറുങ്കിലടയ്ക്കപ്പെടും. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി കോടിക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയുണ്ടായിട്ട് കൂടി അദ്ദേഹത്തെ ഞങ്ങൾ വകവരുത്തി എന്നുള്ള ഒരു സൂചന നൽകിയാണ് ഈ തരത്തിൽ റഷ്യൻ ഭരണകൂടത്തിലെ ഏജന്റുമാരടക്കം വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിയത്. റഷ്യയുടെ ഔദ്യോഗിക ചാനലുകളെല്ലാം കണ്ണടച്ചു. അവിടുത്തെ സോഷ്യൽ മീഡിയയാണ് ഒരുപക്ഷെ അലക്സി നവൽനിയുടെ സംസ്കാരം ഏറ്റെടുത്തത്. അദ്ദേഹം ജയിലിൽ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഭൗതിക ശരീരം കാണാൻ പോലും മാതാവിനെ അനുവദിച്ചില്ല. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം വലിയ സമ്മർദ്ദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഭൗതിക ശരീരം വിട്ടുകൊടുത്തത്. അതും വിട്ടുകൊടുക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞത് രഹസ്യമായിട്ട് സംസ്കരിക്കണം. പിന്നെ സെമിത്തേരികളിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞു ഇത് വിട്ടുകൊടുക്കരുത് ആർക്കും, പ്രത്യേകിച്ച് അലക്സി നവൽനിക്ക് എന്നുള്ള രീതിയിൽ നിലപാടെടുത്തു. ഇതിനൊക്കെ അതിജീവിച്ചാണ് ഒടുവിൽ അലക്സി നവൽനിയുടെ സംസ്കാരം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. വലിയ ജനപ്രവാഹമായിരുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. തങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ അവസരങ്ങളിൽ ഒന്ന് എന്ന രീതിയിലാണ് ജനം അതിനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ആരാധകരൊക്കെ തടിച്ചുകൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുലയട്ടെ, ഭരണം അവസാനിക്കട്ടെ എന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കി. അതുപോലെ തന്നെ അലക്സി നവൽനിക്ക് പിന്തുണയുമായി അവർ രംഗത്ത് വന്നു. മാതാവ് ലുഡിനിയയുടെ അടുത്ത് ചെന്ന് എല്ലാവരും മാപ്പ് പറഞ്ഞു. ഞങ്ങൾ മറക്കില്ല അലക്സി നവൽനിയെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ യൂലിയയും മക്കൾക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർ റഷ്യക്ക് പുറത്താണ്. പ്രത്യേകിച്ച് ഫ്യൂച്ചർ ഓഫ് റഷ്യ എന്ന അലക്സി നവൽനിയുടെ പാർട്ടിയെ ഭീകരവാദത്തിൻ്റെ പാർട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നുകൊണ്ട് അവർ റഷ്യയിലെത്തിയാൽ അലക്സി നവൽനിയെ അറസ്റ്റ് ചെയ്തതുപോലെ ഭാര്യയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അതുകൊണ്ട് അവർ പുറത്ത് യൂറോപ്പിൽ നിന്നുകൊണ്ട് പോരാട്ടം നയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബെലാറസിലെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന പോലെ, വനിതാ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന പോലെ വേറൊരു രാജ്യത്തിരുന്നു കൊണ്ട് പ്രക്ഷോഭം നയിക്കാനായിരിക്കും ഇനി യൂലിയ ശ്രമിക്കുക. എന്തായാലും റഷ്യയുടെ ചരിത്രത്തിൽ വ്ളാഡിമിർ പുടിന് വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ജനപ്രവാഹം. എന്ന് മാത്രമല്ല, ഓൺലൈനിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം കണ്ടത്. അതിൽ യൂലിയ എഴുതിയ ചില വാക്യങ്ങളുണ്ട്. 26 വർഷത്തെ ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതം ഞാൻ മറക്കില്ല, ഐ വിൽ ബി ദെയർ വിത്ത് യു ഇൻ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. മകൾ എഴുതി എൻ്റെ ഹീറോ, എൻ്റെ നായകൻ എന്ന് മകൾ വിദൂരത്തിരുന്ന് എഴുതി. ഒരുപക്ഷെ റഷ്യയിൽ പുത്തൻ പ്രഭാതം ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരുപക്ഷെ ഒരു ചുവടുവെപ്പായിട്ട് ഇത് മാറും. ജെയിംസെ, മറ്റൊരു കാര്യം, ഈ ഭക്ഷണത്തിന് തടിച്ചുകൂടിയ 100-ലേറെ പാലസ്തീനികളെ വെസ്റ്റ് ബാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഗാസയിൽ നടന്ന സംഭവം ഇന്ത്യ പോലും പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഒരുപക്ഷെ ഈ യുദ്ധത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, ഇപ്പോൾ 30,000-ലേറെ പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു 5 മാസത്തെ യുദ്ധത്തിനിടയിൽ. പക്ഷെ അതിനിടയിൽ ഒരുപക്ഷെ ഒരു വറ്റ് ചോറിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന വിവശരായ പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ, മുകളിൽ നിന്ന് വിമാനങ്ങൾ വെടിയുതിർക്കുക എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യത്വഹീനമായ, ക്രൂരമായ, ഇപ്പോൾ കേരളത്തിലെ ക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഒരുപക്ഷെ പാലസ്തീനിൽ വളരെ മൃഗീയമായ രീതിയിൽ ഇസ്രായേൽ ഈ രീതിയിലുള്ള നരവേട്ട നടത്തിയിരിക്കുന്നത്. 115-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ലോക രാജ്യങ്ങൾ മുഴുവൻ രംഗത്ത് വന്നിരിക്കുന്നു, ഇന്ത്യ അടക്കം. ഇന്ത്യ സാധാരണ രീതിയിൽ വളരെ സൂക്ഷിച്ചാണ് പ്രതികരിക്കുന്നത്. ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ അധികം ശ്രമിക്കാറില്ല, എന്നാൽ പാലസ്തീനെ കൈവിടുന്നില്ല. അങ്ങനെ ഒരു ചേരിചേരാ നയത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാരണം ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിന്നിരുന്ന ഒരു ജനതയെ
വെടിവെച്ച് കൊല്ലുക, അവരെ പട്ടിണിക്കിടുക, പട്ടിണി ആയിട്ട് ഗതിയില്ലാതെ ഈ 70ഓളം ലോറികളാണ് ഈജിപ്തിൽ നിന്ന് ഭക്ഷണവുമായി എത്തിയത്. അതിൻ്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. SKN വളരെ എന്താ പറയുക, ദയനീയമാണ് അവസ്ഥ. ആകാശത്ത് നിന്ന് ഉള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേൽ സേന പകർത്തിയത്, ഇത് കൂടാതെ അവിടുത്തെ വീഡിയോയിൽ പകർത്തിയ സാധനം, ഇതൊക്കെയാണ് വൈറലായിട്ട് മാറിയിരിക്കുന്നത്. ജനക്കൂട്ടം ഓടി വരുന്നതും അവർ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നതും കുട്ടികളടക്കം. അതിനിടയിൽ ചുറ്റും വളഞ്ഞു നിന്ന് ഇസ്രായേൽ സേന വെടിവെക്കുന്നത്. ജാലിയൻ വാലാബാഗിലൊക്കെ നമ്മൾ ആ കഥകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ടിട്ടുള്ളൂ. ഏതായാലും ആ രീതിയിലുള്ള വളരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് പാലസ്തീനിൽ നടന്നിട്ടുള്ളത്. റമദാൻ മാസം അടുക്കുകയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള വളരെ ദുഃഖകരമായ വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ച് ഈ മണിക്കൂറുകളിലും പറയുന്നത് വെടിനിർത്തലുണ്ടാവും, ഈ തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ വെടിനിർത്തലിനെ കുറിച്ചുള്ള സാധ്യതകൾ തെളിയുമ്പോഴും ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് ഇതിന് അനുകൂലമല്ല എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ തടുത്തു നിർത്താൻ, ഇസ്രായേൽ സേനയുടെ ക്രൂരതയെ തടയാൻ ആർക്കും കഴിയുന്നില്ല എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. SKN ജെയിംസ്, മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഇമ്രാൻഖാൻ്റെ കക്ഷിയിലുള്ള അംഗങ്ങൾ ഷൂ എറിഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുന്നു. നവാസ് ഷെരീഫിനെതിരെയാണല്ലോ ഈ ഷൂ അവിടെ കണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ അതിൻ്റെ? SKN ഇപ്പോൾ പാകിസ്ഥാനിൽ വ്യാപകമായിട്ട് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ കൃത്രിമം നടന്നു. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചിട്ടും ഭൂരിപക്ഷം ലഭിക്കാതെ പോയത്. അതിൽ പാക് സൈന്യം ഇടപെട്ടു. പ്രതിപക്ഷ പാർട്ടികൾ, അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർ തന്നെ, റാവൽപിണ്ടിയിലെ കമ്മീഷണർ തന്നെ പറഞ്ഞു 70,000 80,000 വോട്ടുകൾ വരെ ഒരു 14-15 മണ്ഡലങ്ങളിൽ റാവൽപിണ്ടിയിലെ ഭാഗത്ത് മാത്രം അട്ടിമറിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തി. അതിന് പാകിസ്ഥാനിലെ ചീഫ് ജസ്റ്റിസിനും അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർക്കും പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയും യൂറോപ്പും പറഞ്ഞു ഇത് നടന്നത് ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. പക്ഷേ ഇമ്രാൻഖാൻ ജയിലിലാണ്, ഗർജിക്കുന്ന സിംഹമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശക്തി പാർലമെൻറ്റിൽ 100-ലേറെ MP-മാർ പ്രകടിപ്പിച്ചു. അവർ സ്വതന്ത്രരായിട്ടാണ് ജയിച്ചത്. ഇപ്പോൾ അത് വേറൊരു പാർട്ടിയുമായിട്ട് അവർ ചേർന്നുകൊണ്ടുള്ള അവരുടെ ഒരു വലിയ ബഹളം, പ്രതിഷേധ പ്രകടനം, ഷൂവേർ നവാസ് ഷെരീഫിന് എതിരെയാണ്. 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെതിരെ ഷൂവെറിഞ്ഞു. നാളെ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പാണ്. നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫിൻ്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രിയാവുമെന്നാണ് നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, നവാസിൻ്റെ പാർട്ടിയും അതാണ് രണ്ടാമതെത്തിയത്. 3-ാം സ്ഥാനത്തെത്തിയ PPP, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, ബേനസീർ ഭൂട്ടോയുടെ പാർട്ടിയാണ്. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയാണ് അതിൻ്റെ തലപ്പത്ത്. അവരും ചേർന്നുള്ള ഒരു മന്ത്രിസഭയാണ് വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബേനസീറിൻ്റെ ഭർത്താവ് അസിഫ് സർദാരിയാണ് വരാനിരിക്കുന്നത്. പാകിസ്ഥാൻ രാഷ്ട്രീയം എന്തായാലും കലങ്ങി മറിയുകയാണ്. SKN ഓക്കെ, താങ്ക് യു. ബേബി ജെയിംസ്, ഇനി നാളെ കാണാം വിദേശ വാർത്തകളുമായി. ഇനി ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മലപ്പുറം ഒളവട്ടൂരിൽ നാട്ടുകാർ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയൊരു ബിരിയാണി ചലഞ്ചുണ്ട്. വെറും ഒരു ചലഞ്ചല്ല, ഒരു 1.5 ചലഞ്ച്. അതിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.